അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഒരു ഉഷാറില്ലാത്തത്. അപ്പോൾ നമ്മളിന്ന് എല്ലാവർക്കും ഓരോ ഹാബിറ്റ്സുകൾ ഉണ്ടാവൂലേ? ശീലങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഹാബിറ്റുകളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വായിക്കുക, അതുപോലെ തന്നെ പഠിക്കുക, എല്ലാവരും രാവിലെയും നടക്കാൻ ഇറങ്ങുക, അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഗെയിം കളിച്ചിരിക്കുക, അല്ലേ? ഇല്ലേ? ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് ഹാബിറ്റ്സുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെ തലച്ചോറിലുള്ള ഒരു രാസപദാർത്ഥമുണ്ട്, ഡോപാമിൻ എന്ന് പറയുന്ന സാധനം. അതായത് മനുഷ്യന് സന്തോഷം നൽകുന്നത് എന്താണോ ആ സന്തോഷം നൽകുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്നതാണത്. അതെന്ത് കാര്യമായാലും. ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് വായിക്കുമ്പോൾ നല്ല സന്തോഷം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പുറപ്പെടുവിക്കുന്ന ഒരു രാസപദാർത്ഥമാണത്. അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതൽ ഗെയിം കളിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അപ്പോൾ കൂടുതൽ വീണ്ടും വീണ്ടും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അത് ചെയ്യാൻ തോന്നും. കാരണം സന്തോഷം ലഭിച്ചുകൊണ്ടേ ഇരിക്കല്ലേ. ഗെയിം കളിക്കുമ്പോൾ സന്തോഷം ലഭിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് സന്തോഷം ലഭിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നിരന്തരം ഒരു പ്രവർത്തനം ചെയ്ത് എന്ത് ചെയ്യും? അതിലേക്ക് അഡിക്ഷനായി മാറും. പിന്നെ അതിൽ നിന്ന് വിട്ടു മാറാൻ കുറച്ച് പ്രയാസമായിരിക്കും. ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യും? മനുഷ്യനെ എത്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വസ്തുവാണത്, ആ ഡോപാമിൻ അറിയുന്ന വസ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഡോപാമിൻ എന്തല്ല, നല്ലത് ഏതാണോ അല്ലെങ്കിൽ ചീത്തതാണോ എന്ന് വേർതിരിച്ച് കാണിക്കാനുള്ള ഒരു കഴിവ് അതിനില്ല. സന്തോഷം ഏതിനാണോ നൽകണത് അതൊക്കെ ചെയ്യാൻ തോന്നും. നമുക്കില്ലേ, ചിലപ്പോൾ കളിച്ചുകൊണ്ട് നിൽക്കണ സമയത്ത് എന്ത് ചെയ്യും? ഉമ്മ അല്ലെങ്കിൽ ഉസ്താമാരെങ്കിലും വന്ന് കളി നിർത്തി പഠിക്കാൻ പറഞ്ഞാൽ ഒരു സങ്കടം ഉണ്ടാവില്ലേ? കാരണം നമ്മൾ കളിയിൽ അതിലിങ്ങനെ സന്തോഷം കണ്ടു നിൽക്കുന്ന സമയത്ത് പിന്നെ അതിൽ നിന്ന് മാറിക്കാൻ പറയാൻ നമ്മളെ കൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം അതിൽ വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ കളിക്കാൻ തോന്നിക്കാണ്, വീണ്ടും വീണ്ടും സന്തോഷം ചെയ്യാൻ തോന്നിക്കാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് സാധനങ്ങൾ കാണിച്ചു തന്നു. ഒരു ഉദാഹരണത്തിന് ഒരു ഐസ്ക്രീമും അതിനപ്പുറത്ത് തന്നെ ഒരു നല്ലൊരു ക്യാരറ്റോ അല്ലെങ്കിൽ വേറെ വെജിറ്റബിൾസ് തന്നെ കാണിച്ചു തന്നു. സ്വാഭാവികമായിട്ട് നിങ്ങളത് സെലക്ട് ചെയ്യും. ഐസ്ക്രീമും വേണം, ക്യാരറ്റും വേണം, നിങ്ങളത് സെലക്ട് ചെയ്യും. മോനതെടുക്കുക, ഐസ്ക്രീം. എല്ലാവരും ഐസ്ക്രീമാണല്ലോ എടുക്കുക. നമ്മുടെ ചിന്ത അങ്ങനെയാണ് പോവുക നല്ല കാര്യങ്ങളിലേക്ക്. അത് ചീത്തയാണോ അല്ലെങ്കിൽ മോശമാണോ അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം പ്രയാസം ഉണ്ടാവും അതൊന്നും നമ്മൾ ആലോചിക്കൂല. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരം വെളുത്ത് അസ്തമിക്കുന്നവരുള്ള നമ്മുടെ ആ ഒരു 24 മണിക്കൂർ, ആ 24 hours എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടാവും. നമ്മൾ രാവിലെ എണീച്ചിട്ട് തന്നെ ഫോൺ കളിച്ചിരിക്കുക. ഒരു ദിവസം തന്നെ സ്ക്രീൻ ടൈം 10, 15, 20 മണിക്കൂറുകളൊക്കെ സ്ക്രീനിങ് ടൈമുള്ള വിദ്യാർത്ഥികളുണ്ട്, അറിയാലോ നമുക്ക്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം, ആ അഡിക്ഷൻസിൽ നിന്നൊരു മാറ്റം വേണം. അല്ലെങ്കിൽ ലഹരി, അല്ലെങ്കിൽ ജങ്ക്സ് ഫുഡ്, ഇങ്ങനെയുള്ള അഡിക്ഷൻസ്, വേണ്ടാത്ത അഡിക്ഷൻസുകളിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്കൊരു മാറ്റം വേണം. അതിനാദ്യം വേണ്ടതാണ് നിയന്ത്രണമാണ്. ഡിസിപ്ലിൻസ് ചൂസിങ് ബിറ്റ്വീൻ വാട്ട് യു വാണ്ട് ആൻഡ് വാട്ട് യു വാണ്ട് മോസ്റ്റ്. നിയന്ത്രണം എന്നുള്ളത് നീ എന്താണോ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ നിൻ്റെ ലക്ഷ്യം എന്താണോ അതിൻ്റെയും നീ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയും ഇടയിലുള്ള ഒരു നിയന്ത്രണമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആ നിയന്ത്രണത്തിലൂടെ, ആ ഡിസിപ്ലിനിലൂടെയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുക. നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? നിയന്ത്രണം അത്യാവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദിവസവും നമ്മൾ ഒരു 5 മണിക്കൂർ, ഏറ്റവും ചുരുങ്ങിയത് 5 മണിക്കൂർ ഫോണിൽ തോണ്ടിയിരിക്കുന്ന ആളെന്ന് കരുതുക, അല്ലേ? ഫോൺ വലിക്കില്ല എല്ലാവരും, ഗെയിമിങ്ങിലായാലും റീലിലായാലും, അല്ലേ? അപ്പോൾ ഒരു 5 മണിക്കൂർ ഗെയിമിങ്ങിൽ ചിലവഴിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ളവൻ നിയന്ത്രിക്കണം. അവൻ്റെ ലൈഫിൽ എന്ത് ചെയ്യണം? ആ 5 മണിക്കൂർ എന്നുള്ളത് വെട്ടി ചുരുക്കണം. 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എന്ന രൂപത്തിലേക്ക് മാറണം. എങ്കിലേ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവനക്ക് എന്ത് ചെയ്യുള്ളൂ? സാധിക്കുകയുള്ളൂ. ഏതൊരു സൂര്യനും ഉദിക്കുന്നത് എപ്പോഴാണ്? കൂരിരുട്ടിൽ നിന്ന്, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കൂരിരുട്ടൊക്കെ കഴിഞ്ഞ് എങ്ങനെയായാലും എന്ത് ചെയ്യും? സൂര്യ ഉദിക്കും. അപ്പോൾ എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് ശക്തി നമ്മളെ പിന്നിൽ നിന്ന് പ്രയോഗിച്ചാലും അതിനൊക്കെ നമ്മൾ മറികടന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് ചെയ്യും? നമുക്ക് കഴിയും, നമ്മളെ കൊണ്ട് സാധിക്കും. അതിന് നമുക്ക് ആദ്യം വേണ്ടത് അവയർനെസ് ആണ്, ഒരു ബോധം വേണം നമുക്ക്. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ നേരം വിളിക്കണം, അസ്തമിക്കണം, ഉറങ്ങണ്, കുറേ ഫോൺ കളിക്കണ്, കുറേ എന്തൊക്കെയോ വായിക്കണ്.
അതിലൊരു ബോധം വേണം, കൃത്യമായിട്ടുള്ളൊരു ബോധം. ഒരു 24 മണിക്കൂർ കിട്ടിയാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളൊരു ബോധം വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത ഹാബിറ്റ്സൊക്കെ ഒഴിവാക്കുക. ഫോൺമേ കളി, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ കൊണ്ടുവരിക. നല്ല ശീലങ്ങൾ ചെറുത് കുറച്ച് കൊടുത്താൽ മതി. അത് പിന്നീട് വലിയ രൂപത്തിലേക്ക് നിന്നെ മാറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നീട് നിന്നെ വലിയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കും. ആ ചെറിയ രൂപങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും. എന്ത് കാര്യവും എന്ത് പ്രയാസവും നമ്മുടെ മനസ്സിനെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് ഒന്ന് മാറ്റാൻ തീരുമാനിച്ചാൽ അത് തീർച്ചയായും മാറ്റാൻ കഴിയും. നമ്മുടെ മനസ്സിലാണ് എല്ലാം കിടക്കുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് ഒരു ദൃഢനിശ്ചയം എടുത്താൽ നമുക്കത് മാറ്റി നമ്മുടെ ചീത്തമായ ഹാബിറ്റ്സൊക്കെ ഒഴിവാക്കി നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കടക്കാൻ കഴിയും. നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടാൻ സാധിക്കില്ലേ? അപ്പോൾ ഇന്ന് മുതൽ അങ്ങനെ ഒരു തീരുമാനം വേണം. ലൈഫിൽ പുതിയ മാറ്റം, മോശമായ ഹാബിറ്റ്സൊക്കെ ഒഴിവാക്കി നല്ല രൂപത്തിലുള്ള നല്ല കാര്യങ്ങൾ, നല്ല പുസ്തകം വായിക്കുക എന്നുള്ള രൂപത്തിലേക്ക്, നല്ല ഹാബിറ്റ്സുകൾ പതിവാക്കുന്ന രൂപത്തിലേക്ക് മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.